welcome back to a new video. Today we'll be discussing the short story The Thing Around Your Neck by Chimamanda Adichie. The title of the short story is the same as the title of the book The Thing Around Your Neck, and it contains various collection of short stories. And in this particular story, which is written in second person narrative, the protagonist is Akuna, who is a black person, who is an African, who goes to USA to live the American dream. And the narrator, Akuna, says that she got a visa lottery to go to America, so she is excited to live the American dream. She has all these aspirations of how she would get a very good job there, make a lot of money, help her family out of the poverty that they are facing, and eventually live a very romantic life. But in actuality, none of it happens, and she comes face to face with the reality of what exactly American dream is. കഥയുടെ തുടക്കത്തിൽ ഇത് തന്നെയാണ് പറയുന്നത്. അതായത് അക്കൂനയ്ക്ക് അമേരിക്കയിലേക്ക് പോകാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു. അങ്ങനെ അക്കൂനയും വീട്ടുകാരും തന്നെ ആലോചിക്കുന്നത് അല്ലെങ്കിൽ സ്വപ്നം കാണുന്നത് ഒരു അമേരിക്കൻ ഡ്രീം, അതായത് അമേരിക്കയിൽ എത്തിപ്പെടുന്ന എല്ലാവർക്കും വളരെ ലക്ഷറിയസ് ആയിട്ടുള്ളൊരു ജീവിതം നയിക്കാൻ സാധിക്കുന്നു. എല്ലാവരുടെ കയ്യിലും വീട്, കാറ് പോലത്തുള്ള എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ടാകുന്നു എന്നുള്ളൊരു അമേരിക്കൻ ഡ്രീമാണ് എല്ലാവരും സ്വപ്നം കാണുന്നത്. അതുപോലെ തന്നെ അക്കൂനയ്ക്കും അങ്ങനൊരു ഒരു ജീവിതം കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിൽ അക്കൂന അമേരിക്കയിൽ എത്തുന്നുണ്ട്. പക്ഷേ അവിടെ അക്കൂനയുടെ അങ്കിളുടെ കൂടെയാണ് താമസിക്കുന്നത്. അവിടെ എത്തുമ്പോഴേക്കും അവിടുത്തെ ഒരു കമ്മ്യൂണിറ്റി കോളേജിൽ ഒരു സീറ്റ് കൊടുക്കുന്നുണ്ട്, അഡ്മിഷൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പാർട്ട് ടൈം ആയിട്ടൊരു കാഷ്യർ ആകാനുള്ളൊരു ജോലിയും ഒപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ വളരെ സുഖസൗകര്യത്തോടെ അവിടെ സെറ്റിലാകുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും പുറത്ത് എത്ര സുഖസൗകര്യങ്ങളുണ്ടെന്ന് തോന്നിക്കുമെങ്കിലും യഥാർത്ഥത്തിലുള്ളൊരു ചെറിയൊരു പിക്ചർ ആ ഒരു സമയത്ത് തന്നെ അക്കൂനയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. അതായത് അങ്ങോട്ടേക്ക് വരുന്ന ഇമിഗ്രൻസിന്, എസ്പെഷ്യലി ആഫ്രിക്കൻസിന് അത്രയ്ക്ക് അങ്ങോട്ടൊരു ഹോസ്പിറ്റാലിറ്റി അമേരിക്ക നൽകുന്നില്ല. അതിലൂടെ ഒരു എക്സാമ്പിളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതായത് അക്കൂനയുടെ ആണ്ടിന് ഇപ്പോൾ ഒരു സലൂൺ പോകണമെങ്കിൽ their hair has a lot of waves so called, so they style it in a particular way. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റൈലിംഗ് ചെയ്യാൻ അറിയുന്ന അല്ലെങ്കിൽ അത് ചെയ്ത് കൊടുക്കുന്ന സലൂൺസ് വളരെ കുറവാണ്. അങ്ങനെ ഒരു സലൂണിൽ പോകാൻ വേണ്ടി തന്നെ 1 മണിക്കൂർ ഡ്രൈവ് ചെയ്യണം. അതിലൂടെ പറയുന്നത് ഇതാണ്. അതായത് എത്രമാത്രം സുഖസൗകര്യങ്ങളുണ്ടെന്ന് പറയുമ്പോൾ പോലും അവിടെ ഒരു ഒരു ഡിവിഷൻ കാണാൻ പറ്റുന്നുണ്ട്. കൂടുതലും അമേരിക്കൻസിന് കേറ്റർ ചെയ്യുന്ന, അമേരിക്കൻസിന് കുറച്ചും കൂടി റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ കൂടുതലും ഉള്ളത്. ഇമിഗ്രൻസിന് ഒരു പക്ഷേ അവർക്ക് അവരുടെ കാര്യങ്ങൾ സാധിക്കാനുള്ള കുറച്ച് റിസോഴ്സസ് വളരെ കുറവാണ്. മാത്രമല്ല പിന്നെ പറയുന്നുണ്ട്, ഇപ്പോൾ അക്കൂന കോളേജിൽ പോകുമ്പോൾ പോലും ബാക്കിയുള്ള അമേരിക്കൻസ് അവളോട് അവളുടെ മുടിയെക്കുറിച്ചും അല്ലെങ്കിൽ അപ്പിയറൻസിനെ കുറിച്ചും മറ്റും കുറേ ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. ഇറ്റ് ജസ്റ്റ് ഷോസ് ഹൗ ദി വൈറ്റ് അമേരിക്കൻസ് നോ വെരി ലിറ്റിൽ അബൌട്ട് ബ്ലാക്ക് പീപ്പിൾ ഓർ അബൌട്ട് ആഫ്രിക്ക. And there is also one thing about how Akuna's uncle is working in a company just because the company hired him just because they want to appear inclusive. And then in the next scene we see Akuna's uncle trying to force himself upon her and telling her that if she is smart and help him, that is help him
by fulfilling his sexual needs, then she can stay here. അതിലൂടെ കാണിക്കുന്നത് ഒരു രീതിയിൽ അങ്കിൾ പറയുന്നുണ്ട്, അമേരിക്ക എന്ന് പറയുന്നത് ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണെന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഡബിൾ മീനിങ് ആണ് ഇവിടെ വരുന്നത്. അതായത് അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു സെക്ഷൽ ഫേവർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അക്കൂനയ്ക്ക് ഇവിടെ നിൽക്കാം, വീട്ടിൽ നിൽക്കാം. ഇപ്പോൾ കോളേജിൽ പോകാനുള്ള സ്പോൺസർഷിപ്പ് എല്ലാം അങ്കിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഒരു ജോലി നോക്കാനുള്ള സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. അവിടെ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഒരു പോളിസി അങ്കിൾ അവിടെ ഒരു ഡീൽ നടത്താൻ ശ്രമിക്കുന്നുണ്ട്. And it just shows the quid pro quo nature of relationship and the advancement for women in USA. പക്ഷെ അക്കൂന അതിനൊട്ടും തയ്യാറാകുന്നില്ലെന്ന് മാത്രമല്ല, അടുത്ത ദിവസം തന്നെ ഒരു വീട് വിട്ട് ഇറങ്ങുന്നുണ്ട്. പിന്നീട് ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു ജോലിക്ക് കയറുന്നുണ്ട്. അവിടുത്തെ ബോസും അക്കൂനെ എടുക്കാൻ കാരണം ഇമിഗ്രൻസ് ആണ് കൂടുതലും, നേറ്റീവ്സിനെക്കാളും ഇമിഗ്രൻസ് ആണ് കൂടുതലും ജോലി ചെയ്യാൻ കൂടുതൽ പ്രാപ്തിയുള്ളവർ അല്ലെങ്കിൽ കൂടുതൽ ഉത്സാഹം കാണിക്കുന്നവർ അവരാണ് എന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രമാണ് അക്കൂനെ അവിടെ ജോലിക്ക് നിർത്തുന്നത്. പക്ഷെ അക്കൂനയ്ക്ക് കുറച്ച് പ്രിവിലേജസ് നഷ്ടപ്പെടുന്നുണ്ട്. അതായത് വീട്ടിൽ നിന്ന് മാറിപ്പോയത് കൊണ്ട് തന്നെ പണ്ടത്തെ പോലെ കോളേജിൽ പോകാൻ പറ്റുന്നില്ല, അതിൻ്റെ ഫൈനാൻസസ് നടത്താൻ പറ്റുന്നില്ല. അപ്പോൾ ലൈബ്രറി പോയാണ് പറ്റുന്ന സമയം പഠിത്തം കണ്ടിന്യൂ ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്വന്തമായിട്ടുള്ളൊരു സ്ഥലം, അതിൻ്റെ റെൻറ്റ്, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്കും ഉള്ളൊരു പൈസ ഈ ഒരു റെസ്റ്റോറൻറ്റിലെ ജോലിയിലൂടെയാണ് കണ്ടെത്തുന്നത്. അപ്പോൾ ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. അതോടെ അക്കൂനയ്ക്ക് മനസ്സിലാകുന്നുമുണ്ട് താൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ വീട്ടുകാർ സ്വപ്നം കണ്ട ആ ഒരു അമേരിക്കൻ ഡ്രീം എന്നുള്ളത് വെറും ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ഐഡിയ മാത്രമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാം നമുക്ക് എത്രയും പെട്ടെന്ന് കിട്ടണമെന്നില്ല, ഒരുപാട് കഷ്ടപ്പെടണം. അതുപോലെ തന്നെ അമേരിക്കൻ ഡ്രീം എന്ന് പറയുന്നത് ഒരു കോൺസെപ്റ്റ്, വെറും ഒരു കോൺസെപ്റ്റ് ആണെന്നുള്ളൊരു റിയാലിറ്റി അക്കൂനയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തിരിച്ച് വീട്ടിലേക്ക് കത്തയക്കാൻ പോലും അക്കൂന പലപ്പോഴും മടിക്കുന്നുണ്ട്. കാരണം യഥാർത്ഥമായിട്ടുള്ളൊരു സ്ഥിതി എന്താണ്, റിയാലിറ്റി എന്താണെന്ന് വീട്ടുകാരെ അറിയിക്കാനുള്ളൊരു മടി, അവരെന്ത് വിചാരിക്കുമെന്നുള്ളൊരു പേടി. അതുകൊണ്ട് തന്നെയാണ് അവരെന്ത് സ്വപ്നമാണോ കാണുന്നത് അതങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്നുള്ളൊരു വിചാരത്തിൽ, ഒരു തീരുമാനത്തിൽ അക്കൂന എത്തുന്നത്. But after a few months, even though she wants to write to her family and friends about the openness of Americans and how the poor Americans are fat while the rich are thin, she can't afford to send the purses and the perfumes that her family is expecting. So the way Akuna stays silent and lonely as a result of her disillusionment with the American dream is very clearly shown here. And it is this loneliness and depression that she experiences is the thing around her neck, which is the significance of the title. The thing around your neck, which is the title, symbolizes the anxiety or worry, which becomes the major theme in the story. And it is not only the depression in work as well, it is also the depression that generally the immigrants who come to America face. And the image that she creates here is the particularly vivid and powerful. കാരണം ഈ ഒരു ആങ്സൈറ്റി, ഒരു വറി, അതിലൂടെ ഉണ്ടാവുന്ന ഡിപ്രഷൻ, ഇത് ജനറലി എല്ലാ ഇമിഗ്രൻസും അനുഭവിക്കുന്ന ഒരു ഡിപ്രഷനാണ്. എല്ലാ രീതിയിലും, ജെൻഡറിലായാലും, കാസ്റ്റ്, റിലീജിയൻ അല്ലെങ്കിൽ റേസ്, ഇത് എല്ലാ ഫാക്ടേഴ്സിലും അവരനുഭവിക്കുന്ന ഒരു അടിച്ചമർത്തൽ. അതാണ് തിങ് അറൗണ്ട് യുവർ നെക്ക് എന്നുള്ളൊരു ടൈറ്റിലിൻ്റെ സിഗ്നിഫിക്കൻസ്. പിന്നീടും റെസ്റ്റോറൻറ്റിൽ ഒരു കസ്റ്റമറിനെ പരിചയപ്പെടുന്നുണ്ട്. ഈ കസ്റ്റമർ കുറച്ച് വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ആഫ്രിക്കയെക്കുറിച്ചും അല്ലെങ്കിൽ നൈജീരിയയെക്കുറിച്ചുള്ള അവിടുത്തെ എത്തനിക് ഗ്രൂപ്പ്സിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോഴേക്കും അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം നോർമലി ആൾക്കാരെല്ലാം ആഫ്രിക്ക എന്നുള്ളൊരു രാജ്യത്തെ മാത്രമാണ് ചോദിക്കുന്നത്. പക്ഷേ ഈ ഒരു കസ്റ്റമർ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട്, കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോഴേക്കും അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ അപ്പോൾ പോലും അക്കൂന പറയുന്നത് ഇത് വെറും ഒരു
താല്പര്യം മാത്രമാണ്. അതായത് നൈജീരിയൻ ഗ്രൂപ്പ്സിനെ കുറിച്ച് അറിഞ്ഞതുകൊണ്ട് മാത്രമായില്ല. അവർ അനുഭവിക്കുന്ന ഒരു പട്ടിണി, അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന ഒരു ദുരിതം എന്താണെന്ന് ഒരിക്കൽ പോലും ഈ വരുന്ന ടൂറിസ്റ്റുകൾ മനസ്സിലാക്കുന്നില്ല. പക്ഷെ പിന്നീടും ഈ ഒരു കസ്റ്റമർ വീണ്ടും കൂടെ സംസാരിക്കുന്നുണ്ട്, കണ്ടുമുട്ടുന്നുണ്ട്. ആദ്യം ഒരു പ്രൊഫസറാണെന്ന് അക്കൂനയ്ക്ക് തോന്നുന്നുണ്ടെങ്കിലും പിന്നീട് പറയുന്നുണ്ട് അത് ആളൊരു സീനിയറാണ്, സ്കൂളിലെ സീനിയറാണ്. പിന്നെന്താ, അപ്പോൾ അക്കൂനയ്ക്കൊരു സംശയം തോന്നുന്നുണ്ട്. കാരണം ഇത്രയും ഒരു സീനിയറാണ്, സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിട്ട് കൂടി ഇത്രയും ട്രാവൽ ചെയ്യാനുള്ളൊരു സമയം എങ്ങനെ കണ്ടെത്തുന്നു എന്ന് പറയുമ്പോൾ, കാരണം അക്കൂനയുടെ ജീവിതം നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഇയാൾ പറയുകയാണ് ഞാനൊരു ബ്രേക്ക് എടുത്തിട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന ആളാണ്. സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് എത്രമാത്രം പ്രിവിലേജ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റാറ്റസിൽ നിന്ന് വരുന്ന ഒരാളാണെന്ന്. അത്രയും ഒരു ബ്രേക്ക് എടുത്ത് യാത്രകൾ നടത്താൻ പറ്റുന്നു, തിരിച്ചു വന്ന് പഠിക്കാൻ പറ്റുന്നു. അപ്പോൾ ഫിനാൻഷ്യലി വളരെ നല്ലൊരു കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു ആളാണെന്ന് മനസ്സിലാകുന്നു അക്കൂന. അപ്പോൾ അത് തന്നെ ഒരു കോൺട്രാസ്റ്റിംഗ് ആണ്. കാരണം ഈ ഒരാൾ ഇത്രയും പ്രിവിലേജ് ഉണ്ട്, അക്കൂനയ്ക്ക് ഒരു പ്രോപ്പറായിട്ട് കോളേജിൽ പോകാൻ പോലും സാധിക്കുന്നില്ല. അത്രയും പോലും ഫിനാൻസസ് മാനേജ് ചെയ്യാൻ പറ്റാത്തുള്ളൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് അക്കൂന വരുന്നത്. സോ പരസ്പരം അവർക്ക് മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധിമുട്ടും ഉണ്ട്. But then again, he asks her out and she agrees. And then they start dating. അവിടെയും ഒരു ഡിസ്ക്രിമിനേഷൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ കാണുന്നുണ്ട്. കാരണം അവർ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഒരു ഫോർച്യൂൺ കുക്കി എടുക്കുമ്പോൾ പോലും അക്കൂനയ്ക്ക് കിട്ടുന്ന ഫോർച്യൂൺ കുക്കി ബ്ലാങ്ക് ആണ്. അതൊരു സിംബലൈസേഷൻ ആണ്. അതായത് എങ്ങനെയാണോ അക്കൂനയുടെ ഫ്യൂച്ചർ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു അൺസർട്ടൺ ആയിട്ടുള്ളൊരു ഫ്യൂച്ചർ. ദ ബ്ലാങ്ക് ഫോർച്യൂൺ കുക്കി സിംബലൈസ് ദി അൺസർട്ടൺ ഫ്യൂച്ചർ ഓർ എ ലാക്ക് ഓഫ് വൺ. പിന്നെ പിന്നീട് അക്കൂന തന്നെ സ്വന്തം കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയാണ് സ്ത്രീകൾ മാത്രമല്ല അവിടെ അടിച്ചമർത്തൽ നേരിടുന്നത്, പുരുഷന്മാർക്കും ഒരു രീതിയിലൊരു ഹ്യൂമിലിയേഷൻ നേരിടേണ്ടി വരുന്നുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഒരു ദിവസം ഒരു അമേരിക്കൻ അക്കൂനയുടെ അച്ഛനെ ഒരുപാട് ഇൻസൾട്ട് ചെയ്യുന്നൊരു ഇൻസിഡൻറ്റ് പറയുന്നത്. പക്ഷെ അവിടെ പോലും ഈ ഒരു ഒരു അക്കൂനയുടെ ലവർ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് പറയുമ്പോൾ പോലും എന്താണ് മനസ്സിലാക്കുന്നത്, അതൊരു കഥയായിട്ടാണോ കേൾക്കുന്നത്, അതോ അതിൻ്റെ ശരിക്കുമുള്ളൊരു റിയാലിറ്റി, എത്രമാത്രം ഇൻസൾട്ടാണ് ഒരു ആഫ്രിക്കൻസ് നേരിടുന്നത് എന്നുള്ളൊരു റിയാലിറ്റി, അതാണോ മനസ്സിലാക്കുന്നത് എന്ന് അക്കൂന ചോദിക്കുന്നുണ്ട്. കാരണം ഇത് വെറും ഒരു കഥയായിട്ട് കേട്ടിരുന്നിട്ട് കാര്യമില്ല, അതിൻ്റെ അകത്തെ റിയാലിറ്റി മനസ്സിലാക്കുക, അവരുടെ ഒരു അനുഭവിക്കുന്ന ഒരു ലൈഫ് അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നീടൊരു ഇൻസിഡൻ്റ് എന്ന് പറയുന്നത് അക്കൂന അവരുടെ ഹോം മെയ്ഡ് ഒരു സൂപ്പ് ഉണ്ടാക്കുമ്പോൾ പോലും the boy he is not able to digest it and so he vomits it, and him vomiting after eating the homemade African food shows that he doesn't really belong in her world. So this is the example of how different they are and how contrasting their background is, and again how uncertain their future is as together as a couple. പിന്നെ ഒരു റേസിസത്തിൻ്റെ ഒരു എക്സാമ്പിൾ ഇതാണ്. അവർ വീണ്ടും ആ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റ് പോകുമ്പോൾ അവിടുത്തെ വെയിറ്ററിന് ഇവരെ ഒരു കപ്പിളായിട്ട് കാണാൻ ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ കാണാൻ സാധിക്കുന്നില്ല. കാരണം ഒരു അമേരിക്കൻ ഒരു ആഫ്രിക്കൻ അവരെങ്ങനെ ഒരുമിച്ച് നടക്കും, അല്ലെങ്കിൽ അവരെങ്ങനെ ഒരു കപ്പിളായിട്ട് മാറുന്നു എന്നുള്ളൊരു മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധിമുട്ട്, അതും ഒരു രീതിയിൽ ഒരു റേസിസത്തിൻ്റെ എക്സാമ്പിൾ തന്നെയാണ്. അവിടെയും അക്കൂനയ്ക്ക് ഈ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ആ ഒരു ബോയ് ഫ്രണ്ടിന് പക്ഷെ അത്രയും അങ്ങോട്ട് അതൊന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. വേറൊരു കാര്യം, ഹി ബൈസ് ഹർ എ ലോട്ട് ഓഫ് ഗിഫ്റ്റ്
even though she tells him not to do so because they are not useful, the boy remains ignorant of his own power and privilege. Because he has the financial power to buy all these gifts and plane tickets, things that Akuna will never be able to afford because the American dream is not available for her. But on the other hand, she realizes that her boyfriend is living the American dream. So what she does is she gives this gift to her family members and making them think that these are things that she is buying from her own money, just because she doesn't have the courage to tell them the reality. And then, even though her relationship with the boy seems abnormal to many people, the boy's parents doesn't think so. She feels much comfortable with them. അവിടെയും ഒരു കോൺട്രാസ്റ്റിംഗ് എന്താണ്, അവരുടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കോൺട്രാസ്റ്റ് കാണിക്കുന്ന ഒരു എക്സാമ്പിളാണ്. അതായത് പാരൻസിനെ മീറ്റ് ചെയ്യാൻ പോകുമ്പോഴും ഈ പാരൻസിൻ്റെ ഒരു എന്താണ് ആഗ്രഹമെന്ന് പറയുന്നത് ഈ ഒരു ആൾ സ്കൂള് കണ്ടിന്യൂ ചെയ്യണം, അതിനുള്ള പൈസ എല്ലാം കൊടുക്കാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ പോലും ഈ ആൾക്ക് താല്പര്യമില്ല, ഇയാൾക്ക് കുറച്ചും കൂടി യാത്ര ചെയ്യാനാണ് താല്പര്യം എന്ന് പറയുമ്പോൾ ആ ഒരു ലക്ഷറി, അങ്ങനെയുള്ളൊരു ചോയ്സ് ഉണ്ടാക്കാന്നുള്ളൊരു ലക്ഷറി, അല്ലെങ്കിൽ അത്രയും സപ്പോർട്ടീവായിട്ടുള്ളൊരു പാരൻസ് ഉണ്ടാവുക, അത്രയും അതും ഒരു ലക്ഷറി തന്നെയാണ്. അത് അക്കൂനയ്ക്ക് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു ആളുടെ ഒരു എന്താണ് ചിന്താഗതി മനസ്സിലാക്കാനും അക്കൂനയ്ക്ക് ബുദ്ധിമുട്ടാണ്. കാരണം അങ്ങനെ ഒരു ലക്ഷറി ആഗ്രഹിച്ചാണ് അക്കൂന ഇവിടെ എത്തുന്നത്. പക്ഷേ ആ ഒരു ലക്ഷറി തന്നെയാണ് ഇപ്പോൾ ഒരു സ്വപ്നമായിട്ട് മാറുന്നത്. ഒരിക്കലും അങ്ങനെയുള്ളൊരു കാര്യം അക്കൂനയ്ക്ക് കിട്ടിയിട്ടില്ല, അത്രയും ഒരു ഫ്രീഡം. അപ്പോൾ ഇത്രയും എന്താണ് പ്രിവിലേജസ് ഉള്ള ഒരാൾ അതെന്തിനാണ് ഇങ്ങനെ വലിച്ചെറിയുന്നതെന്ന് അക്കൂനയ്ക്ക് മനസ്സിലാകുന്നില്ല. And at the end of the story, she gets the letter that her father has died 5 months ago, but the family have been able to provide him a good funeral, and she is now expected to return home to fulfill her role as a daughter. And at the end, they are, although both of them decide to fly to Nigeria together, Akuna insists on going alone, and the boy asks her if she will come back. And although there mentions that she has to return in a year to maintain her green card, she doesn't give a proper reply to him. So the story actually suggests that Akuna won't be returning to the boy and his particular brand of American dream. അതാണ് ഇവിടുത്തെ എന്താണ് കഥ അവസാനിക്കുമ്പോഴും അതാണ്. അതായത് അച്ഛൻ മരിച്ച് തിരിച്ച് നൈജീരിയയിൽ പോകേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ പോലും ഈ ഒരു ബോയ് ഫ്രണ്ട് ചോദിക്കുന്നുണ്ട് തിരിച്ച് വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്തായാലും ഒരു വർഷത്തിനകം വരെയാണെങ്കിൽ ഗ്രീൻ കാർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു മെൻഷനിങ് മാത്രമേ അവിടെ പറയുന്നുള്ളൂ. ഒരിക്കൽ പോലും അക്കൂന ഒരു പ്രോപ്പറായിട്ടുള്ളൊരു യെസ് അല്ലെങ്കിൽ നോ എന്നൊരു ആൻസർ ആ ഒരു ആൾക്ക് കൊടുക്കുന്നില്ല. അതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു പക്ഷേ അക്കൂന തിരിച്ച് വരാനുള്ളൊരു സാധ്യത ഇല്ല. കാരണം എന്താണ്, തിരിച്ച് വന്നാൽ പോലും ഇതുപോലുള്ളൊരു ദ സൈക്കിൾ ഇസ് ജസ്റ്റ് ഗോയിങ് ടു റിപ്പീറ്റ് ഇറ്റ് സെൽഫ്. വീണ്ടും ആ ഒരു ആഗ്രഹിക്കുന്ന അമേരിക്കൻ ഡ്രീം സാധിക്കത്തില്ല, അല്ലെങ്കിൽ അത് സാധിക്കാനുള്ളൊരു സാധ്യത വളരെ കുറവാണെന്ന് അക്കൂനയ്ക്ക് ബോധ്യമാകുന്നു. അതുപോലെ തന്നെ ഇയാളുടെ കൂടെയുള്ളൊരു ഫ്യൂച്ചർ അതും ഒരു എന്താണ് സംശയത്തിലാണ്. കാരണം ഇയാളുടെ ഒരു ബാക്ക്ഗ്രൗണ്ടും അല്ലെങ്കിൽ ഇയാളുടെ ഒരു പ്രിവിലേജ് സ്റ്റാറ്റസും അക്കൂനയ്ക്ക് മനസ്സിലാകുന്നില്ല. അത് മാത്രമല്ല അതിൻ്റെ കൂടെ ഒത്തുചേർന്ന് പോകാനും അക്കൂനയ്ക്ക് സാധിക്കുന്നില്ല. അപ്പോൾ എങ്ങനെയാണോ ഒരു ഫോർച്യൂൺ കുക്കി തുറന്നപ്പോൾ ഒരു ബ്ലാങ്ക് പേപ്പർ കിട്ടിയത്, അതുപോലെ തന്നെ അമേരിക്കയിലുള്ളൊരു ഫ്യൂച്ചർ ബ്ലാങ്ക് ആണെന്നുള്ളൊരു റിയാലിറ്റി അക്കൂന മനസ്സിലാക്കുന്നു. And Akuna refuses her boyfriend to accompany her back home as he realizes that he doesn't fit in her world. And so it is also less likely that she will return to America and to her boyfriend. And that is the end of the story. So the main theme is the anxiety and worry and the depression that the immigrants face in America, how American dream is a concept, more concept than a reality, and elements of racism, how her employer assumes she will be a good worker because she is an immigrant,
how her uncle in Maine was hired by his company to look diverse, and how people don't think of her and her boyfriend as a couple since they are from different background, and the tendency of people to romanticize Africa, not knowing the reality of African people, and how American dream is a sham, or the disillusionment with American dream. And it also talks about how women are forced to give sexual pleasure to men in order to have a certain status or voice or certain financial status in the society. So that is a brief analysis of the work, The Thing Around Your Neck. If you are able to understand the video, do like the video and share your thoughts as well, and subscribe my channel if you haven't done so. I'll see you in the next video. Thank you.